ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നത് യൂട്യൂബ് ചാനലിനെ പറ്റിയാണ്. ഞാൻ ഏകദേശം 2 വർഷം മുമ്പേ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും നമ്മളിപ്പോൾ പല ചാനൽസ് കാണാം. പിന്നെ ഇതെങ്ങനെ ഇവർ 1 lakh പിന്നെ വ്യൂസൊക്കെ ആക്കുന്നത്, അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, പിന്നെ അതിനെപ്പറ്റി ഒന്നും നോക്കിയില്ല. പിന്നെ എന്തായാലും ഇതിനിപ്പം ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ യൂട്യൂബിനെ പറ്റി പഠിക്കുമോ എന്നൊന്നും ഞാൻ അറിയില്ലായിരുന്നു. അപ്പം ആ കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അവീവ് ഡിജിറ്റലിൽ ചേർന്നു. ഇവിടെ കാലിക്കറ്റ് വെസ്റ്റ് ഹില്ലാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വിപിൻ സാറാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഇത്രയും കാര്യം സാറ് ഭയങ്കര ഇൻസ്പിറേഷനാണ്, രക്ഷയില്ല സാറ് ഇൻസ്പിറേഷൻ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് യൂട്യൂബ് SEOനെ കുറിച്ച് പഠിച്ചു. പിന്നെ അവിടെ പല ടൈപ്പ് ഓഫ് പിന്നെ ക്ലാസ് ഉണ്ട്. പിന്നെ SEO, ആഡ്വേർഡ്സ്, ഗൂഗിൾ ആഡ്വേർഡ്സിനെ പറ്റി, പിന്നെ അതേപോലെ യൂട്യൂബ് SEO, പിന്നെ എല്ലാ സോഷ്യൽ മീഡിയാസ്, പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഇതിലൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പഠിച്ചു. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പിന്നെ ഞാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബ് SEOനെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ ഞാനത് അവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ചാനലിലേക്ക് പിന്നെ വേണ്ടി ഞാൻ ചെയ്തു കാര്യങ്ങളൊക്കെ. ആദ്യം എനിക്ക് യൂട്യൂബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ റാങ്ക് ചെയ്ത് കൊണ്ടുവരാനാവൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പിന്നെ വിപിൻ സാർ എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് എൻ്റെ ചാനലിലേക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ എൻ്റെ ചാനൽ ഇങ്ങനെ ഗ്രോത്ത് ആവാൻ തുടങ്ങി. ഇപ്പം എൻ്റെ ചാനലിൻ്റെ നെയിം ശ്വേത അശോക് എന്നാണ്. നിങ്ങൾ വിചാരിക്കും എന്താ അങ്ങനെ ശ്വേത അശോക് എന്നുള്ള പേര് കൊടുത്തത്? ശ്വേത അശോക് എൻ്റെ ചേച്ചിയാണ്. പിന്നെ ഇപ്പം സി കേരള സരിഗമപാൽ പിന്നെ കണ്ടസ്റ്റൻ്റ് ആണ്, പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചെറിയൊരു വയലിനിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഫുൾ മ്യൂസിക്കാണ്. മ്യൂസിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ ചാനൽ ഗ്രോത്ത് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 16,000 സബ്സ്ക്രൈബേഴ്സ് ആയി. കൂടാതെ നമ്മളെ പിന്നെ വീഡിയോസിനൊക്കെ 1 lakh റീച്ച് ഉണ്ട്, 1 lakh വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ വീഡിയോസിനും ഇല്ല, ചില വീഡിയോസിനൊക്കെ. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്രൂവ് ചെയ്തു, ആഡൊക്കെ വന്നു തുടങ്ങി. പിന്നെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവീവ് ഡിജിറ്റൽ വിപിൻ സാർ അവിടുന്ന് നമ്മളെ ക്ലാസ് എടുത്തു തന്നു, എങ്ങനെ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ ഗ്രോത്ത് ആവാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, പിന്നെ അവിടെ പോയപ്പോൾ നമ്മൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കാണാം. പക്ഷേ അവിടെ നിന്ന് എനിക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ശരിക്കും. ആ റിസൾട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവീവ് ഡിജിറ്റൽ കാലിക്കറ്റ് വെസ്റ്റ് ഹില്ലാണ്, അവിടെ പോയിട്ട് നിങ്ങൾ ചേരണം. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടായല്ലോ, അപ്പോൾ നിങ്ങൾക്കും എന്തായാലും റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ കാലിക്കറ്റാണ് വർക്ക് ചെയ്യുന്നത്, ലൗഡ് സ്പീക്കർ. അവിടെ ഞാനിപ്പം ആഡ്സ് എക്സ്പേർട്ട് എന്നുള്ള ലെവലാണ് ഉള്ളത്. അവിടെ എന്നെ അസൈൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ എല്ലാ ആഡും, പിന്നെ സോഷ്യൽ മീഡിയ ആഡ്സ്, ലിങ്ക്ഡിൻ, ട്വിറ്റർ, പിന്നെ ഗൂഗിൾ ആഡ്വേർഡ്സ്, പിന്നെ SEO ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് പഠിച്ചു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. ഇപ്പോൾ ഞാൻ അതേ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നു. എന്തായാലും പിന്നെ നമുക്ക് കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ അത്ര പ്രഷറൊന്നുമില്ല. പിന്നെ നമുക്ക് അവിടുന്ന് ക്ലാസ് എടുത്തത് വളരെ അവരുടെ പ്രൊജക്റ്റ് എന്താണ് അവർ ക്ലയൻസിന് ചെയ്ത് കൊടുക്കുന്നത്, അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനാവും. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നന്നായിട്ടുണ്ട്. പിന്നെ അവിടെ വേണമെങ്കിൽ നമുക്ക് പിന്നെ നന്നായിട്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ ജോലിയും ഒക്കെ കാര്യങ്ങളൊക്കെ സാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു 3 months ഇൻറ്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ആ ലെവലിലും ഉണ്ട്. നമുക്ക് ക്ലയൻസിൻ്റെ വർക്ക് നേരിട്ടായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും അവീവ് ഡിജിറ്റൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങളെല്ലാവരും അവിടെ ചേരാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർന്നോളൂ. പിന്നെ എന്തായാലും നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി.